ഹായ്, വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ലീനിയർ ഫേസ് റിയലൈസേഷൻ്റെ 2 പ്രോബ്ലംസ് കഴിഞ്ഞ 2 ലെക്ചേഴ്സിലായിട്ട് കണ്ടു. ഇത് വേറൊരു പ്രോബ്ലമാണ്, വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിയലൈസ് സിസ്റ്റം ഫംഗ്ഷൻ യൂസിങ് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയർ എന്നാണ്. അതായത് ലീനിയർ ഫേസ് റിയലൈസേഷനാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ എന്താണ് 2 സെക്ഷൻസുകളായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന് നമുക്കിവിടെ ഒരു പോർഷൻ തന്നിട്ടുണ്ട്, അതുപോലെ അനദർ പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ലീനിയർ ഫേസ് റിയലൈസേഷൻ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഇത് രണ്ടും ലീനിയർ ആണ്, രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റ് 1 ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് എക്സ് ഓഫ് സെഡ് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ദെൻ ഇവിടുന്ന് z⁻1 നമുക്ക് വരുന്നുണ്ട്. സോ ഒരു ഷിഫ്റ്റർ നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഔട്ട് എടുക്കുന്നു. നമുക്ക് ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്, രണ്ടും കൂടെ നമ്മൾ ഒരു ആഡറിനകത്തേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് നമ്മളെടുക്കും. സോ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സെക്ഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താണ്, ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മൾ അവിടെ ആഡറിന് പകരം ജസ്റ്റ് ഒരു ലൈൻ മാത്രം നമ്മളവിടെ കൊടുത്താൽ മതി അല്ലേ. സോ ഇതിൻ്റെ ഔട്ട് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ കേസിൽ h(0) അതുപോലെ h(3) നമുക്ക് 1 ആണ്, അതുപോലെ h(1) h(2) നമുക്ക് 1/2 ആണ്. സോ ഇറ്റ്സ് ഓൾസോ എ ലീനിയർ റിയലൈസേഷൻ. സോ ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഔട്ട് എടുത്തിട്ട് ഒരു ഷിഫ്റ്ററിലേക്ക് കൊടുക്കുകയാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന 1 2 3 4 n=4 ആണ് വരുന്നത്. സോ ഈവൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട ഈവൻ മെത്തേഡ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ z⁻1 z⁻1 അഗെയിൻ z⁻1. സോ ഇവിടുത്തെ കേസിൽ ഈ രണ്ടെണ്ണം ആദ്യം നമുക്ക് നോക്കാം, അതായത് z⁻1 ആൻഡ് z⁻2. സോ z⁻1 നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക, z⁻2 ഈ ഒരു ഔട്ടിൽ നിന്നാണ് കിട്ടുക. സോ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നു, ആഡ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും, ഇത്രയും സെക്ഷൻസ് കിട്ടും. ഇനി നമുക്ക് ഈ 1 ഉണ്ട്, z⁻3 ഉണ്ട്. സോ 1 എന്ന് പറയുന്നത് നമുക്ക് ഈ ഇൻപുട്ടിലാണ് വരിക. സോ അവിടുന്ന് ഔട്ട് എടുക്കുന്നു, ഇവിടുന്ന് ഔട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ z⁻3 കിട്ടും. സോ അതും എടുക്കുന്നു, ആഡറിലേക്ക് കൊടുക്കുന്നു. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 ഔട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടിൻ്റെ ഔട്ടും കൂടെ ഒരു ആഡറിനകത്തേക്ക് കൊടുക്കുന്നു. ആൻഡ് വി ആർ ടേക്കിംഗ് ദ ഫൈനൽ ഔട്ട്, ദാറ്റ് ഈസ് y(z). സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ഇത്രയും സാധനം, അതുപോലെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ദിസ് വൺ. ഓക്കെ, സോ ഇവിടെ ഈ ഒരു രണ്ടും കൂടെ കാസ്കേഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മളിവിടെ ഒരു ആഡറാണ് യൂസ് ചെയ്യുക. സോ ഇതുപോലെ ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷനും ചോദിക്കാം. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.